ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ ആയുധ നിലവാരത്തിലെത്തിച്ച് അത് മിസൈലുകളിൽ ഘടിപ്പിക്കുന്നു എന്ന UN റിപ്പോർട്ടിന്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കയുമായിട്ടുള്ള ആണവ കരാർ ചർച്ചകളിൽ നിന്നും ഞങ്ങൾ പിന്മാറാനുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് എന്ന് ഇറാൻ പറഞ്ഞതോടെ ട്രംപ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ ആണവരാജ്യമായി എന്നാണ് UN റിപ്പോർട്ടിലൂടെ അവർ ഉറപ്പിക്കുന്നത്. അതിന് തെളിവായി ഇറാൻ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ചില ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതോടൊപ്പം ഇനി അമേരിക്കയുമായി ചർച്ചകൾ തുടരണം എന്നുണ്ടെങ്കിൽ ആണവ നിരോധനം മാത്രമല്ല, 2018 മുതൽ അമേരിക്ക ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ കമ്പനികളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സകല ഉപരോധവും പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അതല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അവർ തീർത്തു പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ ആണവ ചർച്ചാ സമിതിയുടെ വിലയിരുത്തലിൽ ട്രംപിന്റെ നിർദ്ദേശം പൂർണ്ണമായും ഏകപക്ഷീയമാണ് എന്നും ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നും തീർപ്പാക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ അമേരിക്കയെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് അവരുടെ തീരുമാനം. ഏറി വന്നാൽ കുറെ കൂടി അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന് മേലുണ്ടായേക്കാം. അതല്ലാതെ ഇറാനെ തൊടാൻ ഇനി ആർക്കും കഴിയില്ല എന്നവർ തീർത്തു പറയുന്നു. ഈ ഉപരോധങ്ങളൊന്നും ഇറാനെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അവർ 90 മുതൽ അമേരിക്കൻ ഉപരോധത്തിൽ കഴിയുന്ന രാജ്യമാണ്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ അവർ ലോകത്തിലെ തന്നെ ഒരു വലിയ ആയുധ ശക്തിയുമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പോ ലോകരാജ്യങ്ങൾ മൊത്തം തന്നെ അവരെ ബഹിഷ്കരിച്ചാലും അവരുടെ ചങ്കൂറ്റം അതല്ലെങ്കിൽ അവരുടെ ആ നിലപാടുകൾ അതിൽ നിന്നൊട്ടും പിന്മാറാതെ അവർ ഈ പദ്ധതികളൊക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും തോൽക്കുന്നത് ലോകം തന്നെയാണ്. ഇറാൻ ഇതിനുള്ളിൽ അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. ലോകം മുഴുവൻ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അമേരിക്കയ്ക്കൊപ്പം കൂടിക്കൊണ്ട് ഇറാനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. ഇതെല്ലാം ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അമേരിക്ക ഒരുക്കുന്ന തന്ത്രങ്ങളാണ്. അല്ലെങ്കിൽ ഇറാന്റെ മേലെ ഇത്രയധികം കർശനമായ നടപടികൾ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇതൊരു തരം മുട്ടാപ്പോക്കാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇതിനെ വകവയ്ക്കാതെ അവരുടെ സ്വന്തമായി രഹസ്യമായിട്ട് അവർ ഈ ഉപരോധത്തേക്ക് മറികടന്നുകൊണ്ട് ഇപ്പോൾ അണുവായുധം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിപ്പോൾ മിസൈലുകളിൽ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് ഈ ഇസ്രായേലിലേക്ക് കൊണ്ട് ഇട്ടാൽ മതി. വേറെ ആരുടെ പേര് ഉപയോഗിക്കാനല്ല കേട്ടോ. ലോകത്ത് ഒരു രാജ്യം ഈ ഇറാന്റെ ഭീഷണിയിൽപ്പെടുന്നില്ല. ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. കാരണം ഇസ്രായേലാണ് അവരുടെ ശത്രു. അത് പ്രഖ്യാപിത ശത്രുവാണ്. അതിനെ നേരിടാൻ വേണ്ടി മാത്രമാണ് അവർ ഈ അണുവായുധം ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യം തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടി നശിപ്പിച്ച് കളയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുമ്പോൾ അമേരിക്കയും മറ്റ് അവരുടെ സഖ്യകക്ഷികളും എല്ലാം പറയുന്നത് അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്യുന്നതാണെന്നാണ്. അങ്ങനെയാണ് അവർ ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നത്. അത് തന്നെയല്ല ഇറാന്റെ പേരിലും സംഭവിക്കുന്നത്. ഇറാന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇറാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. തൊട്ടടുക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളെയോ യൂറോപ്പിനെയോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെയോ അമേരിക്കയെ ഒന്നും ഞങ്ങൾ ആക്രമിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അണുബോംബ് വിടും എന്നൊന്നും അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവരെ വെല്ലുവിളിച്ചിരിക്കുന്ന ഇസ്രായേലാണ് അവരുടെ ഭീഷണി. ആ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഇറാന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവർ ആയുധങ്ങൾ സംഭരിക്കുന്നതും അണുവായുധം വേണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നതും. ഇത് ലോകം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ തീവ്ര രാഷ്ട്രമായി ഭീകര രാഷ്ട്രമായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും അധികം തീവ്രവാദവും ഭീകരവാദവും നടത്തുന്ന ഇസ്രായേലാണെന്നുള്ള വിവരം എല്ലാവരും ഇപ്പോൾ സമ്മതിച്ചു വരികയാണ്. ആരെയും അനുസരിക്കാതെ സയനിസ്റ്റ് തീവ്രവാദികൾ ലോകത്ത് അഴിഞ്ഞാടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലോകം മുഴുവൻ വെറുത്തു വരുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ വന്നിട്ട് ഇറാന്റെ മേൽ ചില കടുംപിടുത്തങ്ങൾ പിടിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അതിനെ എതിർത്ത് മുന്നേറാൻ ശ്രമിക്കും. ഇറാന്റെ ഈ ധീരമായ ചെറുത്തുനിൽപ്പിലൂടെ ട്രംപ് പിന്നോട്ട് പോകുന്നതും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായാൽ പരിമിതമായ അളവിൽ അവർക്ക് ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള സൗകര്യം ഞാൻ അനുവദിക്കും എന്നാണ് അയാൾ ഇപ്പോൾ പറയുന്നത്. ഇതൊന്നും ഇറാൻ മുഖവിലയ്ക്കെടുത്തിട്ടില്ല. പരിമിതമായ തരത്തിലെങ്കിലും സമ്പുഷ്ടീകരണം നടത്താൻ അനുവദിക്കുന്ന ഒരു കരാറിൽ ഇറാന് ഒപ്പുവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ കെയർ ഓഫിൽ അമേരിക്കൻ സംഘത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും ആയുധ നിലവറകളിലും പ്രവേശിപ്പിക്കേണ്ടി വരുമെന്ന് ഇറാൻ നന്നായി തന്നെ അറിയാം. ഈ സ്ഥലങ്ങൾ അവർ മനസ്സിലാക്കുന്നത് അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ മുഴുവൻ ചർച്ചകളിൽ നിന്നും ഇറാൻ വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയിലേക്കും കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഗസയിൽ ഹമാസും IDF തമ്മിൽ അതികഠിനമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ IDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഗസയുടെ 80% ഇപ്പോൾ ഒരു കൈയടക്കി കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗമേ ഉള്ളൂ. അതിനുവേണ്ടി കനത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗസയിലെ ജനങ്ങളെ ഒരു 3-4 മാസമായിട്ട് ഒരു പട്ടിണിക്കിട്ട് കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 400-ലധികം ആൾക്കാരാണ് ഇതിനു അകം തന്നെ പട്ടിണി മൂലം മരിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന് പോലും ഒരു മനസാക്ഷി കുത്തുണ്ടായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരായിട്ട് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഉപരോധങ്ങളെയൊന്നും പ്രതിരോധിക്കാൻ കഴിയാതെ ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു ഗസയിലേക്ക് പരിമിതമായ തോതിൽ ഭക്ഷണം അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇത് ഏറ്റവും വലിയൊരു കെണിയായിട്ടാണ് ഇപ്പോൾ ഗസക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഗസയിലുള്ള ഈ ഭക്ഷണ വിതരണത്തിൽ ഭക്ഷണത്തോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൂട്ടക്കൊലയും നടത്തിക്കൊണ്ടാണ് IDF ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭീഷണിയെ തുറന്ന് ഒട്ടും ഇഷ്ടമില്ലാതാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഭക്ഷണ വിതരണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അത്രയധികം ക്രൂരമായ രീതിയിലാണ് ഗസക്കാരോട് അവർ പെരുമാറുന്നത്. ഈ ഭക്ഷണം വാങ്ങാൻ എത്തുന്നവരെ വളരെ പ്രാകൃതമായ രീതിയിലാണ് സയനിസ്റ്റ് ഭീകരർ നേരിടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തിക്കും തിരക്കും ഉണ്ടായാൽ ആൾക്കൂട്ടത്തിലേക്ക് വെടിവെക്കുക, അതുപോലെ അന്യായം കണ്ട ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ വെടിവെച്ച് കൊല്ലുക, അതുപോലെ ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ മുകളിലേക്ക് ബോംബിടുക. ഇങ്ങനെയൊക്കെ അതിക്രൂരമായ ലോകത്താരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഗസയ്ക്ക് മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. 2 കുട്ടികൾ ഒരിടത്തുനിന്നൊരു ബാഗുമായിട്ട് പോവുകയാണ്. ഒരു ഭക്ഷണവും വാങ്ങിക്കൊണ്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ നടുക്ക് കൊണ്ടൊരു ബോംബിടുക എന്നുള്ളതാണ്. 2 കുട്ടികൾ ചിന്നിച്ചെതറി പോവുകയാണ്. ഇതൊന്നും നമുക്ക് എവിടെയൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. യൂട്യൂബ് അനുവദിക്കില്ല അതിനൊന്നും. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വെറും വളരെ സോഫ്റ്റായ കുറച്ച് പിക്ചറുകൾ മാത്രം ഇടുന്നത്. ഒരു ബ്ലഡിൻ്റെ ഒന്നും ഒരു അംശം പോലും ഒരു ചിത്രത്തിൽ കാണാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് വിഷയമാണ്. വീഡിയോകളൊന്നും ഇടാൻ കഴിയില്ല. എന്തെങ്കിലും ചുമ്മാ എങ്ങും തൊടാത്ത ഒരു പിക്ചർ ഇടാമെന്നല്ലാതെ മറ്റൊന്നും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ എല്ലാം വീഡിയോകൾ വളരെയധികം വൈറലായതോടെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ഈ ബൈഡന്റെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയല്ല, അത് യുദ്ധക്കുറ്റമാണ് എന്നാണ്. ഈ യുദ്ധക്കുറ്റത്തിൽപ്പെട്ട തന്നെയാണ് വംശഹത്യയും എന്ന് ഇയാൾ മനസ്സിലാക്കുന്നില്ല. ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ രണ്ടൊന്നുമല്ല. അപ്പോൾ ഈ വംശഹത്യയിലൂടെയുള്ള യുദ്ധക്കുറ്റവും കൂടി തന്നെയാണ് അയാൾ ചെയ്യുന്നത്. അല്ലാതെ വെറും ജനങ്ങളെ പട്ടിണിക്കിടുക അല്ലല്ലോ. ഈ പട്ടിണി ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മേൽ ബോംബിടുകയും കൂടിയാണ് ചെയ്യുന്നത്. അത് തീവ്രമായ കുറ്റം തന്നെയാണ്. പക്ഷെ ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്യേണ്ട അമേരിക്ക ഈ ഇസ്രായേലിനൊപ്പമാണ്. പിന്നെ ആരാണ് ചോദ്യം ചെയ്തത്? അതിന് ശക്തന്മാർ വേണമല്ലോ. അപ്പം ആരും ചോദ്യം ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വാങ്ങാം? അങ്ങനെയാണ് ഈ ലോകത്ത് ഇസ്രായേലും അമേരിക്കയും അഴിഞ്ഞാടുന്നത്. ഈ റഷ്യയോ ചൈനയോ കൊറിയോ ഒന്നും ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അല്ല, ഫ്രാൻസ് ഒന്നും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന രാജ്യങ്ങളാണ്. ഈ അമേരിക്കയാണ് ലോകവ്യാപകമായിട്ട് നടന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. അപ്പോൾ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറ്റ് വീഴുന്നത് തിന്നാൻ വേണ്ടിയാണ് ഇസ്രായേലും കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരുടെ കൂടിയിട്ട് ലോകം മുഴുവൻ നടന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്ത് മറ്റെങ്ങും ഈ റഷ്യയോ ചൈനയോ ഒന്നും കാണാത്തത്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ല. അവരവരുടെ രാജ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമേരിക്ക നേരെ തിരിച്ചാണ്. അമേരിക്ക പണം സമ്പാദിക്കുന്നത് തന്നെ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളെ ഊറ്റിയാണ്. എല്ലായിടത്തും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടേക്ക് ആയുധം വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഗസയിൽ നടക്കുന്ന ഈ വംശഹത്യയും കൂട്ടക്കൊലയും യുദ്ധക്കുറ്റവും ഒന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ കൂട്ടക്കൊലയെ UN മേധാവി ഇപ്പോൾ അപലപിച്ചിരിക്കുന്നതായിട്ടൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇങ്ങനെയൊന്നും അപലപിച്ച് ഇച്ചിരി ദുഃഖം പ്രകടിപ്പിക്കുന്നവരുടെ UN-ന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ മാറി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ UN എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടേണ്ട ഒരു സംഗതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പണ്ടേ പിരിച്ചുവിടേണ്ട ഒരു സാധനമാണ്. ഒരു വിലയുമില്ലാത്ത ഒരു സംഘമാണ് UN എന്നുള്ളത്. കുറേ പേര് കൂടിയിട്ട് ചായം കുടിച്ചിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യും.
എന്നിട്ട് ഏതെങ്കിലും പാവപ്പെട്ട 2 രാജ്യങ്ങൾ തമ്മിലൊരു തർക്കമോ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ പോയി ഇടപെട്ടുകൊണ്ട് അവർക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘമാണിത്. അതൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് UN എന്ന് പറയുന്നത്. UN എന്ന് തന്നെ നമുക്ക് ഒരിക്കലും നമ്പാൻ കൊള്ളില്ല. UNന്റെ ഈ സംഘം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഗസയിലേക്ക് പോയപ്പം അവിടുന്ന് അവരെ ബോംബിട്ട് ഓടിച്ച് ഈ ഇസ്രായേൽ. അതിനെപ്പോലും അവർക്ക് ചോദ്യം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ UN? ഈ സംഘം കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം കാണിച്ച് പട്ടണിക്കാരെ വിളിച്ചു വരുത്തി കൂട്ടക്കൊല ചെയ്യുന്ന സൈനിസ്റ്റ് ഭീകരരെ വിശ്വസിച്ച് ആരും ഭക്ഷണം വാങ്ങാൻ പോകരുത് എന്ന് ഹമാസ് താക്കീത് നൽകിയിട്ടും വിശപ്പിന്റെ വേദന മരണത്തിനും അപ്പുറമാണെന്നതിനാൽ ഈ പാവങ്ങൾ വീണ്ടും ഈ ഭക്ഷണം കാണുമ്പോൾ അവിടേക്ക് ഓടിയെത്തുകയാണ്. അവരെയാണ് ഇവർ കൂട്ടക്കൊല ചെയ്യുന്നത് എന്ന് ഓർക്കണം. വിശക്കുന്നവരോട് ക്രൂരത ചെയ്യുന്നവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭീകരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെകുത്താന് പോലും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നിട്ടും ഇങ്ങനെയുള്ള ജൂത ഭീകരരെ ന്യായീകരിക്കുന്നവൻ അതിലും എത്രയോ വലിയ ഭീകരനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സൈനിസ്റ്റ് ക്രൂരതയ്ക്ക് ഹമാസും ഹൂത്തികളും മാത്രമാണ് ഇപ്പോൾ കണക്ക് പറയുന്നത്. ഇന്നത്തെ ന്യൂസിൽ 3 സൈനിസ്റ്റ് ഭീകരരെയാണ് ഹമാസ് തട്ടിയിരിക്കുന്നത്. അവർ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു കെട്ടിടത്തിനുള്ളിൽ 21 സൈനിസ്റ്റ് ഭീകരരെ അതിനകത്തിട്ട് ചുട്ട വാർത്ത ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഹൂത്തികൾ ഇന്നലെയും ബെൻഗുരിയൻ വിമാനത്താവളത്തെ ആക്രമിച്ച് വളരെയധികം നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഈ വിമാനത്താവളം നേരത്തെ തന്നെ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഒരു വലിയൊരു ആക്രമണം നടത്തി വൻ നഷ്ടം വന്നിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ പൊളിഞ്ഞു പോക്കി നമ്മൾ ഇവിടെ ചർച്ച ചെയ്താണ് ആ വിഷയം. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. യാത്രാ വിമാനങ്ങളായാലും കുഴപ്പമില്ല, ഇസ്രായേലിന്റെ വിമാനത്താവളത്തിൽ വരുന്ന ഏതൊരു വിമാനത്തെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂത്തികളുടെ ഭീഷണിയാണ് ഈ രാജ്യങ്ങളെല്ലാം ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ചില അമേരിക്കൻ വിമാന കമ്പനികൾ ടെല്ലവീവിലേക്ക് ഞങ്ങൾ വിമാനങ്ങൾ അയക്കും എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഞങ്ങൾക്ക് ആരെയും പേടിയൊന്നുമില്ല, ഞങ്ങൾ അമേരിക്കൻ വിമാന കമ്പനിയാണ്, ഞങ്ങളെ കൊണ്ട് ഇസ്രായേലിലേക്ക് സർവീസ് ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത വിട്ടിരുന്നു, വലിയ തള്ളി മറിച്ചുകൊണ്ട്. എന്നാൽ അയച്ചോളൂ, അപ്പോൾ കാണാം എന്നാണ് ഹൂത്തികളുടെ മറുപടി ഉണ്ടായത്. അതിനുശേഷം ഈ വിമാന കമ്പനികളുടെ ഒന്നും യാതൊരു വിവരവുമില്ല. ഇനി അവന്മാർ അയക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വിവരവുമില്ല. ഈ കണ്ട ആൾക്കാരുമായിട്ട് ഈ ഹൂത്തികളുടെ മുന്നിൽ കൂടെ ഇസ്രായേലിലേക്ക് വന്നിറങ്ങാൻ കഴിയും എന്ന് അമേരിക്കൻ വിമാന കമ്പനികൾ ധരിക്കുന്നത് വെറുതെയാണ്. ഒന്നാമത് അതിലേക്ക് യാത്ര ചെയ്യാൻ ആൾ തയ്യാറാവണ്ടേ. വൻ ഇൻഷുറൻസ് കമ്പനി പോലും ഒരുപക്ഷെ ഈ കേസ് പിടിക്കുകയില്ല. യാതൊരു ഗ്യാരണ്ടി ഇല്ല ഇപ്പോൾ ഈ ബെൻഗുരിയൻ വിമാനത്താവളത്തിലേക്ക് വിമാനമായിട്ട് വരുന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളുള്ള ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കും. യുദ്ധത്തിൻ്റെ നടുക്കൂടെ യാത്രക്കാരെയും കൊണ്ട് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു വിമാന കമ്പനി തീരുമാനിച്ചാൽ അതൊരിക്കലും നടക്കില്ല. ഹൂത്തികൾക്ക് ആകെ 4 യാത്രാ വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണവും ഒരു 3-4 മാസത്തിന് മുമ്പായി ഈ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു പോയിരുന്നത്. ബാക്കി ഒരു വിമാനം അവർക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തീർത്തും തരിപ്പണമാക്കി അവന്മാർ കത്തിച്ചു കളഞ്ഞു. അതോടുകൂടി ഹൂത്തികളുടെ പക വർദ്ധിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഇനി ഒരു വിമാനങ്ങളും ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് അവർ ഈ വിമാനത്താവളത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ യാത്രാ വിമാനങ്ങൾ അവർക്ക് പരസ്യമായി ഇപ്പോൾ പുറത്ത് അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇടാൻ കഴിയാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരിപ്പോൾ യാത്രാ വിമാനങ്ങൾ രഹസ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ വല്ലാത്തൊരു ഗതികേട് തന്നെയാണെന്നുള്ളതാണ്. കാരണം അവന്മാർ ഒരാവശ്യമില്ലാതാണ് പോയി യാത്രാ വിമാനങ്ങൾ ആക്രമിച്ച് എയർപോർട്ടിനെ ആക്രമിച്ച് യാത്രാ വിമാനങ്ങളെയൊക്കെ തകർത്ത് ഹൂത്തികളുടെ കൂടുതൽ ശത്രുത വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇത് ഹൂത്തികൾക്ക് കൂടുതൽ പകയുണ്ടാക്കും എന്നുള്ളതാണ് രസം. ഇസ്രായേലിൻ്റെ ശവക്കുഴി തന്നെ കൂടുതൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.